ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് IISER ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം. ഈ വേക്കൻസി തിരുവനന്തപുരത്താണ്. നിങ്ങളുടെ ഏത് കാര്യം കേരളത്തിലെ വേക്കൻസിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ വേക്കൻസി നമുക്ക് ബാക്കിയുള്ള പോസ്റ്റ് എല്ലാം നമുക്ക് കേരളത്തിൽ തന്നെയാണ്, തിരുവനന്തപുരത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം, മാസ്റ്റർ ഡിഗ്രി എടുത്തവർക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, ലൈബ്രറി സൂപ്രണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. വളരെയേറെ വേക്കൻസി ഉണ്ട്, വളരെ നല്ല വേക്കൻസിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളഞ്ഞു കുളിക്കല്. നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് IISER തിരുവനന്തപുരം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ തിരുവനന്തപുരം എന്ന് കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം. ഹിന്ദിയിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ആ നമ്പർ, ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ ദ ഫോളോയിങ് നോൺ ടീച്ചിങ് പൊസിഷനാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ. ഇവിടെ ഈ അഡ്വർടൈസ്മെന്റ് നമ്പറുണ്ട്. ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ്, നമ്പർ ഓഫ് വേക്കൻസി, ഒന്ന് URന് വേണ്ടി, ഗ്രൂപ്പ് ബിയുടെയാണ് ഇതിനകത്ത്. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിന്റെ പോസ്റ്റാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നാണ്. ഇതിനകത്ത് മിനിമം നിങ്ങളുടെ മാക്സിമം ഏജ് 38 വയസ്സായിരിക്കണം. ഗ്രൂപ്പ് ബിയിലെ സാലറി നിങ്ങൾക്ക് കിട്ടും. അപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ബാച്ചിലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് 3 ഇയർ റിലവന്റ് എക്സ്പീരിയൻസ്. കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് ലൈബ്രറി സൂപ്രണ്ടന്റിന്റെ വേക്കൻസിയാണ്. ഇത് ഒരു പോസ്റ്റാണ്, ഗ്രൂപ്പ് ബിയുടെ പോസ്റ്റാണ്. ഇതിനകത്ത് ബാക്കിയുള്ള മാക്സിമം നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 38 വയസ്സാണ്. ബാക്കി ഇവിടെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് ലൈബ്രറി ലൈസൻസ്, ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സർവീസ് വിത്ത് 55% മാർക്ക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ അതുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ വേക്കൻസി എന്ന് പറഞ്ഞത് ഇത് നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്ന് OBC NCLന്റെ വേക്കൻസിയാണിത്. ഗ്രൂപ്പ് സി. മാക്സിമം ഏജ് നിങ്ങൾക്ക് 33 വയസ്സായിരിക്കണം. പോസ്റ്റ് പറയാൻ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്, സയന്റിഫിക് ഡാറ്റ സയൻസ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 33 വയസ്സായിരിക്കണം. നിങ്ങൾക്ക് പേ സ്കെയിൽ ലെവലിൽ 7th പേ സ്കെയിലാണ് നിങ്ങൾക്കുള്ളത്. അത് 7th പേ സ്കെയിൽ എത്രയാണെന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ അതിനകത്ത് പറഞ്ഞോളാം. എനിക്ക് നോക്കണം അത്. ഇതിനകത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓഫ് 3 ഇയേഴ്സ്. നിങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഡ്യൂറേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക്, നിങ്ങൾക്ക് 55% മാർക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയീസ് വിത്ത് 3 ഇയർ റിലവന്റ് എക്സ്പീരിയൻസ് ഇൻ ലാബറട്ടറി അക്കാഡമിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഇന്റർനാഷണൽ ഇൻപുട്ട് ഇൻ ഹാൻഡിലിംഗ് സയന്റിഫിക് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. കൂടാതെ ചില ക്വാളിഫിക്കേഷൻ അവരിവിടെ നിങ്ങൾ പറയുന്നുണ്ട്. അതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആൻഡ് സയന്റിഫിക് ആണ്, കമ്പ്യൂട്ടർ സയൻസ്, വെബ് പ്രോഗ്രാമിംഗിലേക്കാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 33 വയസ്സായിരിക്കണം. നിങ്ങൾക്ക് 7th പേ സ്കെയിലാണ് ഇതിനകത്ത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയുടെ കാര്യം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടവണമെന്ന് താഴെ പറയുന്നുണ്ട്. എംപ്ലോയീസ് വിത്ത് 3 ഇയർ റിലവന്റ് എക്സ്പീരിയൻസ് ഇൻ ലാബറട്ടറി അക്കാഡമിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഇന്റർനാഷണൽ അത് പറയുന്നുണ്ട്. റിസർവ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് അത് കൂടാതെ പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോസ്റ്റ് വരുന്നത്. നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി സ്കില്ലിന്റെയാണ്. ഇതിനകത്ത് നമ്പർ ഓഫ് വേക്കൻസി 3 വേക്കൻസി ഉണ്ട്. ഇതിനകത്ത് ഗ്രൂപ്പ് സിയുടെ ഒരു പേ സ്കെയിലാണ്. പേ ലെവലിൽ നിന്ന് 7th
ഗ്രൂപ്പ് സി ആണിത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാച്ചുലർ ഡിഗ്രി അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ഇൻ എനി ഡിസിപ്ലിൻ. നിങ്ങൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ബാച്ചുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വരെ ചോദിക്കുന്നുണ്ട്. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത് ആപ്ലിക്കന്റ് മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിത് നോക്കിയാൽ മതി. ഞാനത് ഓരോന്ന് വായിച്ച് നിങ്ങൾ ഒരുപാട് സമയം കളയുന്നില്ല. ഇവിടെ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ തരിക, നിങ്ങളോട് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുക. അതല്ലാതെ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ, കമ്പനിയായിട്ടോ അങ്ങനെ. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ. ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ വീണ്ടും ഇത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ കമന്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. ചിലപ്പോൾ 5-10 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് ചോദിക്കുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് എനിക്ക് ഈ ഡീറ്റെയിൽ കിട്ടിയില്ലെന്ന് വരെ, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഈ ഡീറ്റെയിലിൽ പോയി നോക്കാൻ എനിക്ക് സമയം കാണത്തില്ല. 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചോദിക്കുകയാണ്, തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കും. ഇവിടെ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ 25/2. നിങ്ങൾക്ക് 25-ാം തീയതി, ഈ മാസം 25-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇനി നിങ്ങളുടെ ആ ഇമെയിൽ ID അല്ലെങ്കിൽ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ടു റിട്രീവ്, നിങ്ങൾക്ക് ഇവിടുന്ന് അത് തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതല്ല നോട്ട് ടു രജിസ്റ്റർ, ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രജിസ്റ്റർ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരല്പ സമയം എടുക്കും. നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ആണ് ഇതിനകത്ത്. നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, കൺഫേം ഇമെയിൽ കൊടുക്കുക. ഞാൻ തോമസ് തന്നെ കൊടുത്ത് കൺഫേം അത് തന്നെ കൊടുത്ത് പാസ്വേഡ് ഞാൻ കൊടുത്ത് ഇൻഡോർ @ രജിസ്റ്റർ ചെയ്ത് ഞാൻ ഹലോ ആപ്ലിക്കൻ്റ് യുവർ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ പറഞ്ഞ് ഓക്കെ കൊടുത്ത് ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യണം. ഈ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID കൊടുത്ത് ഇവിടെ പാസ്വേഡ് ഞാൻ കൊടുത്ത് ലോഗിൻ ചെയ്ത്, അപ്പോൾ നമ്മുടെ ഇമെയിൽ ID ഒരു ലിങ്ക് വരും. ആ ലിങ്ക് കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഇതിന്റെ ഒരു ആക്ടിവേഷൻ ലിങ്ക് ഇതുവരെ വന്നില്ല. ഈ രജിസ്ട്രേഷൻ റിക്രൂട്ട്മെന്റ്, ഇത് IISER TVM റിക്രൂട്ട്മെന്റ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത്. ഈ ഒരു ആക്ടിവേഷൻ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ആക്കണം. ഇവിടെ പറയാം ഹലോ ആപ്ലിക്കൻ്റ് യുവർ ഇമെയിൽ വൈ സക്സസ്ഫുള്ളി വെരിഫൈഡ് പ്ലീസ് ലോഗിൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആ ഒരു അഡ്രസ്സ് തന്നെ കൊടുത്ത് സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ഈ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഏത് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ള, അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഉണ്ട്, ജൂനിയർ ടെക്നിക്കലിന്റെ ഉണ്ട്, ജൂനിയർ ടെക്നിക്കൽ ലൈബ്രറി സൂപ്രണ്ടന്റിന്റെ ഉണ്ട്, ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ട്. ഞാൻ ഓഫീസ് അസിസ്റ്റന്റ് ഇതിനകത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. സേവ് പ്രൊസീഡ് ഞാൻ ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് തന്നേക്കാം. അതിനകത്ത് പേയ്മെന്റ് എത്രയാന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ മതി. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.